ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു സിമ്പിൾ ബട്ട് യുണീക്ക് റെസിപ്പി ബെങ്കൻ ക ഭർത്ത, ബ്രിഞ്ചോൾ ഭർത്ത അല്ലെങ്കിൽ വഴുതനങ്ങ ചുട്ടത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ ഇംപെർഫെക്റ്റ്ലി ഡെലീഷ്യസ്. അപ്പോൾ അതിന് ഭർത്ത ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാനിവിടെ എടുത്തേക്കുന്ന 3 വലിയ സൈസ് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ നല്ല ഡീപ്പ് കട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ വഴുതനങ്ങ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാലല്ലേ, ഇത് ചൂസ് ചെയ്യുമ്പം ഒരുപാട് വെയിറ്റ് ഇല്ലാത്തത് നോക്കിയെടുക്കണേ. വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് അരി അതിൻ്റെ കൂടുതലായിരിക്കും, സീഡ്സ് ഒക്കെ ഒരുപാട് കാണും. അപ്പോൾ വെയിറ്റ് ഇല്ലാത്ത നോക്കിയിട്ട് കുറച്ച് എണ്ണയൊക്കെ ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് നേരെ അടുപ്പിലേക്ക് വെക്കുക. അതിനെ നല്ലപോലെ ചുട്ടെടുക്കണം. ഈ വഴുതനങ്ങ തീയിൽ നന്നായി ചുട്ടെടുത്ത ആ ഒരു സ്മോക്കി സ്മെല്ലും ആ ഒരു സ്മോക്കി ടേസ്റ്റും ഇല്ലേ, അതായി ഭർത്തയുടെ റിയൽ ടേസ്റ്റ്, റിയൽ സീക്രട്ട്. അപ്പോൾ ഇതിനെ നല്ലപോലെ ചുട്ടെടുത്തിട്ട് അതൊന്ന് സോഫ്റ്റ് അകത്ത് വരെ ഒന്ന് നോക്കണം സോഫ്റ്റ് ആയിട്ടുണ്ടോയെന്ന്. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് കളയാം. ഞാനിവിടെ സ്കിൻ എടുക്കാൻ നേരത്ത് തണുത്തിട്ടില്ലായിരുന്നു, കൈയൊക്കെ പൊള്ളിയേ. അതുകൊണ്ട് നിങ്ങൾ അത് തണുത്ത് കഴിഞ്ഞിട്ട് സമാധാനത്തിൽ എടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിനെ നല്ലപോലെ ചോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെ ഇതിനെ ആക്ച്വലി ഭർത്ത എന്ന് പറയുന്നത്. നല്ലപോലെ ചോപ്പ് ചെയ്തൊരു ഭർത്തയാക്കുക ഇതിൻ്റെ. അപ്പോൾ അതിനെ നല്ല ചോപ്പ് ചെയ്ത് മാഷറായിട്ടോ നൈഫായിട്ടോ ഫോർക്കായിട്ടോ എന്ത് വേണമെങ്കിലും വെച്ച് ചോപ്പ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് അനിയൻസ് കൂടുതൽ എടുക്കുന്നുണ്ട്, സവാള കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ 2 വലിയ സവാള എടുത്തിട്ട് നല്ലപോലെ ബാരിക് ചോപ്പ് ചെയ്തിട്ട് എണ്ണയ്ക്കകത്തോട്ടിട്ട് പിന്നെ അതിനകത്ത് ഞാനൊരു 5 തൊട്ട് 6 ഗ്രീൻ ചില്ലീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ഭർത്തയ്ക്കകത്ത് നമ്മൾ വേറെ ഒരു മസാലയും യൂസ് ചെയ്യുന്നില്ല. ആകെ യൂസ് ചെയ്യുന്നത് പച്ചമുളകും പിന്നെ കുറച്ച് ഒരു 3 to 4 പീസസ് പിഴുപുളി ടാമറിൻഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഭർത്തയ്ക്കകത്ത് അധികം മസാല ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട. ഇതിൻ്റെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇതിൻ്റെ ഈ ഒരു റെസിപ്പിയുടെ മെയിൻ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ വഴുതനങ്ങയുടെ ആ ടേസ്റ്റ് ഇല്ലേ, ആ ഒരു സ്മോക്കി ടേസ്റ്റ്, അത് നല്ലപോലെ എൻഹാൻസ് ആയി കിട്ടണം. പിന്നെ കുറച്ച് എരിയും കുറച്ചൊരു എന്താ പറയുന്ന ഒരു ടാങ്കിനെസ്സും വേണ്ടി, ജസ്റ്റ് പേരിനൊരു ടാങ്കിനെസ്. പക്ഷേ ഇതിൻ്റെ ഫ്ലേവറില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വഴുതനങ്ങയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ സാധാരണ എനിക്കും എൻ്റെ വീട്ടിലൊന്നും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഇങ്ങനത്തെ ഫ്ലേവർ ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ച പിന്നല്ലേ ഇതൊരു കംഫർട്ടിങ് ഫുഡായിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതിനെ കുക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് കുറച്ചൊരു കൊറിയൻഡർ ലീവ്സ് ഒക്കെ ഇട്ട് ഒരു 2 minutes നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യും. അന്നേരത്തേക്ക് നമ്മുടെ ഭർത്ത റെഡിയാവും. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഇത് കൂടുതൽ കഴിക്കുന്നത് നമ്മൾ റൊട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ തന്തൂർ റൊട്ടിയൊക്കെ മേടിച്ച് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുന്നത്. റൈസിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഇത് കുറച്ച് ഡിഫറെൻറ്റാണ്. നോർത്തിലൊക്കെ കുറേ മസാലകളൊക്കെ ഇട്ടിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ യുണീക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ ലൈക്കും ഫോളോ ഒക്കെ എനിക്കൊരു മോട്ടിവേഷൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ.